നാട്ടിൻപുറത്ത് സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയല്ലേ, നമ്മുടെ ശർക്കര കാപ്പിയും ചക്കപ്പഴമൊക്കെ കഴിക്കണത്. വിയറ്റ്നാം എയർലിയുടെ രണ്ടാമത്തെ ചക്കയും പഴുത്തു കേട്ടോ. അപ്പം നമ്മൾ അത് മുറിക്കുകയാണ്. നല്ല പരിചരണമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1-1.5 വർഷമൊക്കെ ആകുമ്പോഴേക്കും നല്ല വിളവ് തരുന്ന ചക്ക കേട്ടോ വിയറ്റ്നാം എയർലി. കൊല്ലത്തിൽ 2 പ്രാവശ്യം ഇവിടെ കായ്ക്കാറുണ്ട്. ആദ്യത്തെ ഒരു ചക്കപ്പഴത്തിൻ്റെ രുചി ഒന്ന് മറന്നു വരുമ്പോഴേക്കും അടുത്തത് പൊട്ടി മുളച്ചുണ്ടാവും കേട്ടോ. നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് തന്നെ ഇത് നട്ട് കൊടുക്കണം. പിന്നെ ചൂടുള്ള ഈ വേനൽക്കാലത്താണ് ഇത് ഏറ്റവും നന്നായിട്ട് ഉണ്ടാവുക. ഇത് നടാൻ വേണ്ടി കുഴിയെടുക്കുമ്പോൾ ഒരു 2 അടി വലിപ്പെങ്കിലും വേണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഉണങ്ങി പൊടിച്ച പിന്നെ ചാണകപ്പൊടിയും പിന്നെ നമുക്ക് എന്താ കിട്ടുന്ന നമ്മുടെ മേൽമണ്ണൊക്കെ ഉണ്ടാവില്ലേ, അതും ചേർത്തിട്ട് കുഴി നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് വേണം ഈ ഗ്രാഫ്റ്റഡ് തൈ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒട്ടിയ ഭാഗം മണ്ണിന് മുകളിലാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അതുപോലെ തൈ ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വടി വെച്ചിട്ട് കെട്ടിക്കൊടുക്കണമെന്ന് നല്ലതാണ്. പിന്നെ തൈ ഒന്ന് പിടിച്ച് വരുന്ന വരെ നമ്മൾ ഓലയൊക്കെ വെച്ചിട്ട് ഒന്ന് മറച്ചെടുക്കുന്നത് തൈ ഉണങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നാവും കേട്ടോ. പിന്നെ അതേപോലെ നനയിലും നല്ല ശ്രദ്ധിക്കണം. പിടിച്ചൊക്കെ കഴിഞ്ഞ് 6 മാസത്തിലൊരിക്കൽ നന്നായി നനച്ചിട്ട് മണ്ണൊക്കെ ഇളക്കിയതിൻ്റെ ശേഷം കുമ്മായം പൊടിച്ച് ചേർക്കണം. കീടങ്ങളൊക്കെ നശിക്കാൻ വേണ്ടി നല്ലതാണ്. വിയറ്റ്നാം എയർലിയുടെ പ്രധാന പ്രശ്നം കായ ചീയലാണ്. അത് കണ്ടു തുടങ്ങണേ കുഞ്ഞു ചക്കയിൽ ചെറിയ തവിട്ട് നിറത്തിലുള്ള പാട് ഉണ്ടാവും. പിന്നെ അവിടുന്ന് ആ തവിട്ട് നിറം വ്യാപിക്കുകയും കറുത്ത നിറത്തിലുള്ളൊരു ഫംഗസ് വളർന്ന് ചക്ക പൊഴിഞ്ഞു പോവുകയും ചെയ്യും. ഇതുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ആഴ്ചയിലൊരിക്കൽ നമ്മുടെ ഈ ബാക്ടീരിയ ഉണ്ടല്ലോ സൂഡോമോണസ്, അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കിയിട്ട് തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നതും ചെടിയിൽ തളിക്കണതും ഒക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെയാകുമ്പോൾ കായ്ച്ചയിൽ കുറച്ചൊക്കെ കുറഞ്ഞു കിട്ടും. ഈ ബഡ് ചെയ്യുന്ന ഏത് തൈകൾക്കും ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും. പണ്ടത്തെ കാലത്ത് ധാരാളം സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ നാടൻ പ്രാവിനങ്ങളൊക്കെ വെക്കുമ്പം നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് അതല്ലല്ലോ, കുറച്ച് സ്ഥലമല്ലേ എല്ലാ വീട്ടിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്ലാവൊക്കെ രക്ഷയുള്ളൂ ഒന്ന് ചക്ക കഴിക്കണമെങ്കിൽ. അപ്പോൾ എല്ലാവരും ഈ വിയറ്റ്നാം എയർലി ഒന്ന് നട്ടു നോക്കൂ കേട്ടോ. നമ്മുടെ നാടിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രാവിനം തന്നെയാണ് വിയറ്റ്നാം എയർലി. കൂടാതെ നല്ല രുചിയാണ്. അപ്പോൾ വീടിനൊരു അലങ്കാരമായിട്ടും നമുക്ക് വിയറ്റ്നാം എയർലി നട്ടു കൊടുക്കട്ടോ. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മുറ്റത്ത് ആ കട്ടേൻ്റെ അവിടെ നല്ലൊരു കുഴി എടുത്തിട്ട് അങ്ങനെയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. ഇങ്ങനെ മുറ്റത്ത് തന്നെ നിറയെ ചക്ക കായ്ച്ച് കാണുമ്പം അതന്നെ ഒരു ഭംഗിയല്ലേ കാണാൻ. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒരു തൈ വാങ്ങിച്ച് നട്ടുപിടിപ്പിക്കൂ കേട്ടോ. അപ്പോൾ ബൈ, താങ്ക് യു.